ഞങ്ങൾ ഈ ഇതിനകത്തുനിന്ന് രക്ഷിച്ചു തരണം. ഒരടപ്പമുള്ള മുറി ഒരു വീട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. പിന്നാലെ പറ്റുന്നില്ലാത്ത അവസ്ഥയാണ്. അത് ഞങ്ങളെ ഇവിടുന്ന് എല്ലാവരും കിടക്കണവരാ. ആരും ഏറ്റോടാൻ പറ്റാത്തവർ ഒത്തിരി പേരുണ്ട് ഇവിടെ. എന്നത്തെയും പോലെ തന്നെ മുഖ്യമന്ത്രിക്ക് ഒറ്റപ്പെട്ടതും എന്നാൽ നമുക്ക് സാധാരണവുമായിട്ടുള്ള ഒരു വാർത്തയെ പറ്റിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. കുറച്ച് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ, കരഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിനെ. ആ ചേച്ചി അടക്കം 36 കുടുംബങ്ങൾ മഴയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ച പിണറായി സർക്കാരിന്റെ ഒരു വികസന സമുച്ചയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഏകദേശം 2 വർഷം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനും പരിവാരങ്ങളും എഴുന്നള്ളി വന്ന് ഹെലിക്യാം ഒക്കെ കൊണ്ടുവന്ന് റീൽസിനുള്ള വിഷ്വൽസ് ഒക്കെ ഷൂട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്ത കെട്ടിടമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ലൈഫ് മിഷൻ ഫ്ലാറ്റ് സമുച്ചയം. ഇതിനൊട്ടേറെ പ്രത്യേകതകൾ ഉണ്ടെന്നായിരുന്നു ഇത് തുടങ്ങിയ സമയത്ത് അവകാശപ്പെട്ടിരുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുന്ന ലൈറ്റ് ഗേജ് സ്റ്റീൽ ഫ്രെയിം സാങ്കേതിക വിദ്യയാണ് ഇതിന് പ്രയോഗിച്ചിരുന്നത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അല്ലെങ്കിലും ഏതൊരു പദ്ധതി തുടങ്ങുമ്പോഴും തള്ളുന്ന ഒരു തള്ളലുണ്ടല്ലോ. റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളിയ തള്ളലൊക്കെ നമ്മൾ കേട്ടതാണ്. ഡച്ച് മാതൃക, മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് എല്ലായിടവും പോകുന്നു. അവിടെ നിന്ന് പുതിയ സാങ്കേതിക വിദ്യ കോടികൾ മുടക്കി ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് എന്തുണ്ടായി? എല്ലാവരുടെയും റൂമിലേക്ക് റിവർ എത്താനുള്ള സംവിധാനം ഇപ്പോഴായിട്ടുണ്ട്. അതുപോലൊരു സംവിധാനമാണ് ഈ പറഞ്ഞത്. അതായത് പെട്ടെന്ന് തന്നെ സ്റ്റീൽ ഫ്രെയിംസ് കൊണ്ട് നിർമ്മിച്ചിട്ട് നമ്മൾ സാധാരണ കെട്ടിടം പണിയാൻ എടുക്കുന്ന അത്രയും സമയം എടുക്കാതെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പി ഇടണം, വാർക്കണം, അത് സെറ്റ് ആവണം, അതിന്റെ ഒരു സമയമൊക്കെ എടുക്കുമല്ലോ. അത്രയും എടുക്കാതെ വേഗത്തിൽ തീർക്കുന്ന രീതിയിലായിരുന്നത്രേ ഇതിന്റെ നിർമ്മാണം. 17 ലക്ഷം രൂപയാണ് മതിപ്പ് വിലയായിട്ട് പറഞ്ഞിരുന്നത്. അതുപോലെ റൂമൊക്കെ തിരിച്ചിരിക്കുന്നത് കട്ടയും സിമെന്റും കൊണ്ടൊന്നും ആയിരുന്നില്ല, അല്ലാതെ വേർതിരിച്ച മുറികൾ, ഇതൊക്കെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഓരോ കുടുംബങ്ങൾക്കും 17 ലക്ഷം രൂപ എന്ന നിലയിൽ 6 കോടി രൂപ വകയിരുത്തിയാണ് അന്ന് ഈ ഫ്ളാറ്റ് പണിതത്. ഇതില് 2 ഫ്ളാറ്റ് സമുച്ചയങ്ങളായിരുന്നു പണിതിരുന്നത് ലൈഫ് മിഷൻ വഴി ഒരുമിച്ച് താമസിക്കാൻ എന്നുള്ള ഒരു പ്ലാനില്. അതിൽ ഒരെണ്ണം 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ചോർച്ചയും പ്രശ്നങ്ങളുമായിട്ട് ആൾക്കാരൊക്കെ ഒഴിഞ്ഞുപോയി, താമസിക്കാൻ പറ്റാതെ. രണ്ടാമത്തതിന്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണിക്കുന്നത്. മേളിൽ നിന്നും ഈ പറയുന്ന ജിപ്സം ബോർഡ് കാര്യങ്ങളൊക്കെ ഇളകി വീഴുക, വെള്ളം മുഴുവൻ ഒഴുകി പേരക്കകത്തേക്ക് വരിക എന്നൊരവസ്ഥയിലാണ് ഈ ഫ്ലാറ്റ് ഇരിക്കുന്നത്. നമ്മൾ തമിഴ് സിനിമയിൽ കണ്ടതുപോലെ തന്നെ പാച്ച് വർക്ക് എന്ന് പറയുന്ന പോലെ തൊട്ടാൽ വീഴുവോ അല്ലെങ്കിൽ ചാരിയാൽ വീഴുവോ എന്ന് ഭയന്ന് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. മഴ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ജീവനെ പറ്റി കിടക്കാൻ പറ്റില്ല. ഒന്നതോ കാര്യം സർക്കാർ തന്നതാണ്, നല്ല കാര്യമാണ് സംബന്ധിച്ച്. പക്ഷെ ചെയ്യുമ്പോൾ ഭംഗിയായിട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ലായിരുന്നു. ഇവിടുത്തെ അവസ്ഥ നനയുമാണ് കംപ്ലീറ്റ്. താഴേക്ക് ഇത് എപ്പോൾ വരും അറിയാൻ പാടില്ല. വെന്റിരിക്കാൻ പാടില്ലേ, അതായത് അത്രയും പോകുന്നു. എപ്പോൾ താഴേക്ക് വരും അറിയാൻ പാടില്ല. ഞങ്ങൾക്ക് ഇവിടെ ജീവനിൽ പേടിയുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ ഭയങ്കര പേടിയാ. ഭയങ്കര സൗണ്ടോട് കൂടി ഇത് ഉരുണ്ടിയാടി. ഇന്നലെ ഞങ്ങൾ നെട്ടോട്ട് ഓടുമായിരുന്നു. ഇത് എവിടെന്നാ, മേളിൽ നിന്നാണോ താഴെ നിന്നാണോ ഒരു പിടിയുമില്ല. ഈ കാലവർഷത്തിന്റെ ഈ ഒരു അവസ്ഥയിൽ ഇത് പൊളിഞ്ഞ് തലയിൽ വീഴുവോ എന്നുള്ളതാണ് അവിടെയുള്ള ആളുകളുടെ ഭയം. അവര് പുറത്തിറങ്ങി നിൽക്കുകയാണെന്ന് പറയുന്നത്. മഴയുള്ളപ്പോൾ അകത്തേക്ക് കയറും, വേറെ വഴിയില്ല, മഴ നനയാനായിട്ട് കഴിയില്ലല്ലോ. ഒരുപാട് കിടപ്പ് രോഗികളുള്ള ഒരു സ്ഥലം കൂടിയാണത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആപത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവരെ സ്വയമായിട്ട് എഴുന്നേറ്റ് ഓടാനോ അല്ലെങ്കിൽ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളെ എടുത്തുകൊണ്ട് ഓടുവാനോ പോലുള്ള ഒരു സാവകാശം ചിലപ്പോൾ ലഭിക്കണമെന്നില്ല. ഇത്രയും ആളുകൾ, 36 കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ നിസ്സാരപ്പെട്ട ഒരു കാര്യമാണോ? സർക്കാരിന്റെ ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ ഉൾപ്പെട്ടു പോയത് കൊണ്ട് തന്നെ ഇവർക്ക് വേറെ ഗവൺമെന്റിന്റെ ഇനി ഒരു പദ്ധതിയും കിട്ടുകയുമില്ല എന്ന് പറയുന്നു. ഒരു വീട് റെഡിയാക്കാനാണെങ്കിലും ഇപ്പോ നടപ്പാകുന്ന ഒരു സംഗതിയല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. 4ാം വർഷത്തെ ദൂർത്ത് അടിച്ച് നടന്നുകൊണ്ട് പ്രസംഗിച്ച സംഗതിയാണ് ഭയങ്കരമായിട്ടുള്ള വികസിത കാര്യങ്ങൾ പിണറായി സർക്കാർ കേരളത്തിന് വേണ്ടി ചെയ്തു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് 90,000 കോടി രൂപ ഇവിടെ ചെലവഴിച്ചെന്നാണ്. നിങ്ങൾക്കറിയാമോ, ഇപ്പൊ മഴയും കടൽക്ഷോഭവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ ഇങ്ങ് കാസർഗോഡ് വരെ കിടക്കുന്ന ആളുകൾ വീട്ടിൽ വെള്ളം കയറിയിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എന്ത് വികസനമാണ് നിങ്ങൾ കൊണ്ടുവന്നത്? എന്ത് പ്രോഗ്രസ് കാർഡാണ് നിങ്ങൾ സ്വന്തമായി ഒപ്പിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചത്? ഏകദേശം 25 വർഷം മുമ്പുള്ള കാര്യങ്ങൾ വരെ എന്റെയൊക്കെ തലമുറയിലുള്ള ആളുകളുടെ ഒരു ഓർമ്മയിലുണ്ടാവും. ഈ 25 വർഷമായിട്ട് കടൽ കയറുമ്പോൾ, മഴ പെയ്യുമ്പോൾ, കാറ്റടിക്കുമ്പോൾ കടൽ തീരത്തുള്ള ആളുകൾ, നിങ്ങൾ കടലിന്റെ സേനയെന്നൊക്കെ വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികൾ എല്ലാ മഴയത്തും ക്യാമ്പുകളിലാണ് കിടക്കുന്നത്. നിങ്ങൾക്കറിയാമോ? അവരുടെ വീടുകൾ ഒലിച്ചു വന്നു. സ്റ്റെബിലിറ്റി ഇല്ലാത്ത ജീവിതത്തെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എടുത്തോണ്ട് ഓടാൻ പോകുന്ന കാര്യങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാനോ സൂക്ഷിക്കാനോ ഒന്നും സാധിക്കില്ല. ഒരു രീതിയിലുള്ള മെമ്മറീസ് നിങ്ങളുടെ കയ്യിലില്ല. 6 മാസം കൂടുമ്പോൾ കടൽ വന്ന് ഇത് എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയാണ്. ഇന്നും കേരളത്തിൽ കണ്ണൂര് മഴ പെയ്യുമ്പോൾ ദേശീയപാത വരെ പൊളിഞ്ഞു പോകുന്നു. ഇവർ പണിത എല്ലാ റോഡുകളും ഫ്ലെക്സ് വെച്ച് ഉദ്ഘാടനം നടത്തി 2 മാസത്തിനുള്ളിൽ പൊളിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്ത് വികസനമാണ് നിങ്ങൾ നടത്തിയത്? 90,000 കോടി രൂപയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും സാധിക്കാത്ത അളവിൽ ഇവിടുത്തെ ജനം കഷ്ടപ്പെടുമ്പോൾ എന്ത് വികസനമാണ് നിങ്ങൾ നടത്തിയത് മുഖ്യമന്ത്രി? ഞങ്ങൾക്കത് അറിഞ്ഞേ തീരൂ. എന്തായാലും ഇത്രയൊക്കെ ചോർന്നൊലിച്ചിട്ടും പൊളിഞ്ഞു വീണിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഫലകം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്.
MP രാജേഷിന്റെ പേരുണ്ട്, റോഷി അഗസ്റ്റിന്റെ പേരുണ്ട്, അതുപോലെ വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പേരുണ്ട്. അതിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അതൊരിളക്കവും തട്ടാതെ അവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യം അതാണല്ലോ. ഫ്ലെക്സ് ബോർഡുകളാൽ നിറഞ്ഞ കേരളം, അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്? പുരോഗമനമോ അല്ലെങ്കിൽ ആളുകളുടെ പിന്തുണയോ ആളുകളുടെ മനസ്സറിഞ്ഞുള്ള സ്നേഹമോ അവരുടെ സമ്മതിദാന അവകാശമോ അല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് ഫ്ലെക്സുകൾ മാത്രമാണ്. നിങ്ങളെ പുകഴ്ത്തുന്ന ഒരു കൂട്ടം അടിമകളെ മാത്രമാണ്. എന്നാൽ കേട്ടോളൂ, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി താങ്കൾക്ക് വോട്ട് ചെയ്ത താങ്കളുടെ അടിമകളെല്ലാം ഇപ്പൊ ഉപ്പുവെള്ളത്തിൽ കടന്ന് കൈകാലിട്ട് അടിക്കുകയാണ്. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.